ഷിബാൽ, ഇപ്പോൾ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഗ്രൂപ്പ് ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് ടീം VDS ആയി പ്രവർത്തിക്കേണ്ടതുണ്ട്, ജനപ്രിയ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്, ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ എന്താണ് നമുക്ക് ഈ ടീമിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യങ്ങൾ? 74 വയസ്സുള്ള PK കുഞ്ഞാലിക്കുട്ടി മുതൽ 37കാരനായ OJ ജനീഷ് വരെ നിൽക്കുന്ന മന്ത്രിസഭയാണ്. അതിൽ 2 വനിതകൾ, 1 വനിത ഡെപ്യൂട്ടി സ്പീക്കറായും അങ്ങനെ 3 വനിതകളുടെ ഒരു പ്രാതിനിധ്യം കൂടി ഉണ്ടാകുന്ന മന്ത്രിസഭ എന്ന പ്രത്യേകത കൂടി. സ്മൃതി, അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ UDFന്റെ ഈ സർക്കാരിനോട് VD സതീശൻ നയിക്കുന്ന. കാരണം സാധാരണഗതിയിൽ ഒരു വനിതയെ മാത്രമാണ് ക്യാബിനറ്റിലേക്ക് പരിഗണിക്കാറുള്ളത്. പക്ഷേ ഈ തവണ 2 വനിതകൾ ക്യാബിനറ്റിൽ വരുന്നു. അതിന് പുറമെ ക്യാബിനറ്റ് പദവിയോടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കും ഒരു വനിത വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ കൂടി അവിടെ പരിഗണിക്കപ്പെട്ടു എന്ന പ്രത്യേകതയുണ്ട്. പക്ഷെ ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. വലിയ ദൗത്യമാണ് സംസ്ഥാനത്തെ നയിക്കുന്ന VD സതീശന് മുന്നിലുള്ളത്. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തെ വീണ്ടും പഴയ നിലയിലേക്ക് എത്തിക്കണം എന്നതാണ് ഉത്തരവാദിത്വം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള സമീപനം വളരെ മോശമായിരിക്കുമെന്ന് UDF കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടാവും. ഇന്നത്തെ പ്രഥമ ക്യാബിനറ്റ് അവിടെ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഒന്ന്, UDF പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടിയുണ്ട്. അത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ്. ആ ഗ്യാരണ്ടികൾ ഇന്നത്തെ ക്യാബിനറ്റിൽ അംഗീകരിക്കാനാണ് സാധ്യത. അതേപോലെ തന്നെയാണ് വകുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നു. അത് സംബന്ധിച്ച് ഇപ്പോൾ സ്മൃതി മറ്റൊരു കൗതുകകരമായ കാര്യമുണ്ട്. ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഏതാണ്ട് ഒരു 6 മാസത്തിനിടയിൽ ശ്രദ്ധേയമായ ഒരു ഗാനമുണ്ട്, പോറ്റിയെ കേറ്റിയെ. ആ പാട്ട് പാടിയ വ്യക്തി എൻ്റെ പാട്ടുപാടിയ അതിന്റെ അണിയറ പ്രവർത്തകരെല്ലാവരും ഉണ്ട്. എഴുതിയ ആളില്ല അല്ലെ? അപ്പോൾ പാട്ട് പാടിയ വ്യക്തി നമുക്ക് ഇവരെ പരിചയപ്പെടാം, പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ. കാരണം ഇവരുടെ പാട്ട് കൃത്യമായി ഒരു സന്ദേശം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടയായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പാട്ടുപാടിയ ആളാണ്. ഞങ്ങളുടെ ടീമാണ് ജനപ്രിയമാക്കിയത്, വേദിയിൽ ജനപ്രിയമാക്കിയ ടീമാണ്. എൻ്റെ പേര് അബ്ദുൽ ഹയ്യാൻ. ഡാനിഷ് മുഹമ്മദ് ആയിരുന്നു എൻ്റെ പ്രിയ സുഹൃത്താണ് ആ പാട്ട് പാടിയത്. എഴുതിയ ആളിവിടെ ഗൾഫിലാണ് ഈ പാട്ട് പരമാവധി. അതെ. ഈ എഴുതിയ ആള് നിങ്ങളുടെ നാട്ടുകാരനല്ല, നാദാപുരത്തുകാരനാണ്. ചാലപ്പുറം JP. എല്ലാവരും നാദാപുരത്ത്? അല്ലല്ല, ഞങ്ങൾ മലപ്പുറം കോഴിക്കോട് നിങ്ങൾ എല്ലാവരും കൂടെ ഇപ്പൊ ഒരു വട്ടം കൂടെ ഈ പാട്ട് പാടിയാലോ? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണപ്പാളികൾ മാറ്റിയെ, ശാസ്താവിന്ദനമൂറ്റിയെ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണപ്പാളികൾ മാറ്റിയെ, ശാസ്താവിന്ദനമൂറ്റിയെ. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ലോകം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണപ്പാളികൾ മാറ്റിയെ, ശാസ്താവിന്ദനമൂറ്റിയെ. സ്മൃതിയിലേറ്റ കാരണം ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കാൻ കാരണമായ ഒരു വിഷയം കൂടിയാണ്. പക്ഷെ ആ വിഷയം വളരെ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പാട്ട് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഈ പോറ്റിയെ കേറ്റി എന്ന പാട്ട് നമുക്ക് മറക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് UDFന് മറക്കാൻ കഴിയില്ല. ഇന്നത്തെ പാട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട് വോട്ട് വരുന്നതിൽ എന്ന് വേണം മനസ്സിലാക്കാൻ.